അടുത്തതായി ഞങ്ങൾ നോക്കിയ പാട്ടാണ് ആറാം തമ്പുരാൻ എന്ന ചിത്രത്തിലെ ഹരിമുരളീരവം ഒന്ന് പാടണം എന്ന് കൊണ്ട് വയലാറിൻ്റെ വേദിയിൽ പാടിയിട്ടില്ല. നോക്കട്ടെ ശ്വാസം കിട്ടുമോ ഇല്ലയോ, എന്തായാലും ഞാനത് പാടുകയാണ്. കൂട്ടുമില്ലാത്ത പ്രകാശം വെള്ളാരം ഗതകാല സ്മരണകളുടെ ഹിന്ദുസ്ഥാനി സംഗീതം പഠിക്കണമെന്ന മോഹമായി ചെന്ന് കയറിയത് പഴയ ആവശ്യം അറിയിച്ചപ്പോ ദക്ഷിണ വെക്കാൻ ഒരു തണ്ടിയുടെ ഓട്ടക്കേസിൽ എന്തുണ്ടാവാല്ലേ. ഒരിക്കലും ഒരു നാൾ ഗുരുവിന്റെ ഖബറിൽ ഒരുപടി പച്ചമണ്ടുവാനായിട്ട് യാത്ര തുടങ്ങി. എങ്ങും തീരാത്ത പ്രവാസം. സഫറോങ്കി സിന്ദഗി ജോ കദം. ശംഭോ പ്രണയസുധാമയമോഹന ഗാനം ഹരിമുരളീരവം ഹരിതവൃന്ദാവനം പ്രണയസുധാമയമോഹന ഗാനം ഹരിമുരളീരവം 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 ഹരിമുരളീരവം.
മധുമൊഴിരാതെ നിന്നെ തേടി മധുമൊഴിരാതെ നിന്നെ തേടി അലയുകയാണൊരു മാധവ ജന്മം അറിയുകയായി അവനീ ഹൃദയം അരുണ സിന്ദൂരമായി ഉതിരും മൗനം നിൻസ്വരമണ്ഡപ നടയിലുണർന്നൊരു പൊൻതിരിയായവനെരിയുകയല്ലോ നിൻ പ്രിയ നർത്തനവനിയിലുണർന്നൊരു മൺതരിയായി സ്വയം ഉരുകുകയല്ലോ സരിഗരി ഗമ സരിഗരി ഗമ ഗമ മപദ മപദ പദ മപദ പദനി ദാനി സനി സരി മഗരി സനി സരി ഗ സരി മഗരി സനി സരി ഗ സരി മഗരി സനി സരി ഹരി മുരളീരവം ഹരിത വൃന്ദാവനം പ്രണയ സുധാമയമോഹന ഗാനം ഹരി മുരളീരവം കളയമുനേ നീ കവിളിൽ ചാർത്തും മപഗാരേ സനിധ പരേ നിരപ മപദനി സരിഗ മപദനി സരിഗ ധനിരേ കളയമുനേ നീ കവിളിൽ ചാർത്തും കളഭനില പൊഴിയുവനെന്തേ തളിർവിരൽ നീട്ടും വരവല്ലകിൽ തരള വിഷാദം പടരുവതെന്തേ പാടി നടന്നു മറഞ്ഞൊരു വഴികളിൽ ഈരനണിഞ്ഞ കരാഞ്ജലിയായി നീ പാതുകമുദ്രകൾ തേടി നടപ്പു കോപവധൂജന വല്ലഭനെന്നും സരിഗരി ഗമ സരിഗരി ഗമ ഗമ മപദ മപദ പദാൻ മപദ പദനി ദാനി സരി സരി മഗരി സനി സരി ഗ സരി മഗരി സനി സരി ഗ സരി മഗരി സനി സരി ഹരി മുരളീരവം ഹരിത വൃന്ദാവനം പ്രണയ സുധാമയ മോഹന ഗാനം ഹരി മുരളീരവം
ഹരേ മുരളീരവം ഹരേ മുരളീ രവോ 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 ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. കഴിഞ്ഞ വർഷം ഈ സമയത്ത് ഞാനൊരു സ്ട്രോക്ക് വന്ന് PRS ഹോസ്പിറ്റലിൽ ICUവിൽ എത്രയോ ദിവസം കിടന്നുള്ള ഒരാളാണ്. സംഗീതത്തിൻ്റെ തിരിച്ചു വരാൻ, സംഗീതത്തിൻ്റെ പവറിനെ പറ്റിയാണ് ഞാനിവിടെ പറഞ്ഞത്. ഈ സംഗീതം ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ തിരിച്ച് ജീവിതത്തിലേക്ക് വന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു, ഞാൻ ഒരുപാട് കാര്യങ്ങൾ ത്യജിച്ച് ജീവിക്കുന്ന ഒരാളാണ്. ഞാൻ ആവശ്യമില്ലാതെ വീട്ടിന് പുറത്ത് പോകത്തില്ല. അതുകൊണ്ട് വീട്ടുകാർക്ക് സന്തോഷം. അതുകൊണ്ട് ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞു, ഞാൻ നെയ്യാർ ഡാം ഇവിടെ അടുത്തുള്ളതാണ്. ഞാൻ കോവളം ബീച്ച് കണ്ടിട്ടില്ല, കന്യാകുമാരി ബീച്ച് കണ്ടിട്ടില്ല. നെയ്യാർ ഡാം ഇവിടെ അടുത്ത്, ഞങ്ങളുടെ വീടിൻ്റെ അടുത്താണ്. പക്ഷേ ഇവിടുന്ന് 1.5 മണിക്കൂർ പോയാൽ പൊന്മുടി പോകും. ഞാൻ ഇവിടെ പോയിട്ടില്ല. അതുപോലെ തന്നെ ഊട്ടി പോയിട്ടില്ല, കൊടൈക്കനാലിൽ പോയിട്ടില്ല, വാഗമണ്ണിൽ പോയിട്ടില്ല, മൂന്നാറിൽ പോയിട്ടില്ല. ഇവിടെ എങ്ങും പോകാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ശബ്ദമാണ് എൻ്റെ സെറ്റ്. എൻ്റെ അച്ഛൻ 18 വയസ്സിൽ മരിച്ചതിന് ശേഷം അന്ന് തുടങ്ങിയ യാത്രയിലെ അധ്വാനവുമാണ് ഇപ്പോഴും. അതുകൊണ്ട് മാത്രം നമ്മൾ മോഷണം, വ്യഭിചാരം ഒഴികെ മറ്റെല്ലാത്തിനും അന്തസ്സുണ്ട്. പ്രതീക്ഷയോടെ ജീവിക്കുകയാണ്. ഞാൻ നേരത്തെ പറയുന്ന പോലെ മതമില്ലാത്ത മനുഷ്യത്വത്തോടെ ജീവിക്കാൻ ഇവിടെ പറഞ്ഞിട്ട്, ഈശ്വരൻ ഹിന്ദുവല്ല, ഇസ്ലാമല്ല, ക്രൈസ്തവനല്ല, സിഖുമല്ല, പിന്നല്ല, ഇവരെല്ലാം ഒരു അമ്മ പെറ്റ മക്കളാണെന്ന് ചിന്തിക്കുന്ന സമൂഹമാണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ട് ഈ സംഗീതത്തിന് നിറവും മതവും ഒന്നുമില്ല. സംഗീതം കൊള്ളാമെങ്കിൽ അതിനെ അംഗീകരിക്കുന്ന സംസ്കാരമാണ് നമ്മുടെ നാടിന് വേണ്ടത്. താങ്ക് യു. പിന്നെ ഒന്നുകൂടെ പറഞ്ഞോട്ടെ, വണ്ടർഫുൾ ഓർക്കസ്ട്ര ഇത്രയും മനോഹരമായിട്ട് എനിക്ക് പാടാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഈ മഹൻ കലാകാരന്മാരെ ഇവരെ പലരും ആരും തിരിഞ്ഞു നോക്കാറുമില്ല എന്നുള്ളതാണ് സത്യം. ഇവർ പാടുന്നു, പോകുന്നു, ബുക്ക് മുടക്കുന്നു, പോകുന്നു, വലിയ ആൾക്കാർ. പക്ഷേ അതിനേക്കാൾ എത്രയോ വലിയ ക്ഷമയോടെ രാവിലെ 9:30 മണിക്ക് ഞാനും വന്നു, ഞങ്ങളെല്ലാവരും വന്നു. അതിനുശേഷം റിഹേഴ്സൽ തുടങ്ങുമ്പോൾ 11:30 പിന്നെ വീട്ടിൽ പോയി 1 മണിക്കൂറേ ഉറങ്ങുള്ളൂ. അത്രയും സമയം ഇവർ ഇതിനു വേണ്ടി ഇരിക്കുന്ന എത്രയെത്ര വെറൈറ്റി ഈ മൃദംഗമുള്ള പാട്ടുകളൊക്കെ ഇപ്പോൾ വളരെ കുറവാണ്. ഏറ്റവും മനോഹരമായി ഇത് കണ്ടക്ട് ചെയ്യുന്ന ഇതിൻ്റെ ലീഡർ എൻ്റെ പ്രിയപ്പെട്ട അനിയൻ. എനിക്ക് ഭയങ്കര ഇഷ്ടം. വിനയനാണെങ്കിൽ എന്ത് പറഞ്ഞ ഒരു ധൈര്യമാണ്. പ്രിയപ്പെട്ട അനിയൻ വിനയന് നല്ലൊരു കയ്യടി. വയലാർ സാംസ്കാരിക വേദിയുടെ എല്ലാ പരിപാടികളും ഇതുപോലെ ഞാനിവരെ, കാരണം ഒത്തിരി പാട്ടുകൾ ഇവരെ മാനുവലാണ് വായിക്കുന്നത്. എൻ്റെ ഫ്ലൂട്ട് വായിക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ട അനിയൻ. മകന് തുല്യമാണ് അവരൊക്കെ, കാരണം എൻ്റെ മകൻ്റെ പ്രായമൊക്കെ കാണുകയുള്ളൂ. പിന്നെ ഹരി ഫ്രം പുളിമാത്ത് ഒരുപാട് ചാനൽസിൽ വായിക്കുന്ന ഒരാളാണ്. പിന്നെ ലീഡ് ഗിറ്റാർ വായിക്കുന്നത് എനിക്ക് തോന്നുന്നു ഞാൻ വന്നിട്ട് ഈ ഫീൽഡിൽ വന്നിട്ട് 40ാമത്തെ വർഷമാണ്. എനിക്ക് എത്രയോ മുമ്പ് സഞ്ചരിച്ച് തിരുവനന്തപുരത്ത് ടാസ് മുതൽ ഇന്ന് ഇക്കാലം അത്രയും വായിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട അനിച്ചേട്ടനാണ്. പാപ്പൻകോട് അനിൽ എന്ന് പറയുന്ന വലിയ ലെജൻഡറി ഗിറ്റാറിസ്റ്റാണ്. അദ്ദേഹമാണ് ഈ പരിപാടിയിൽ ഈ ഇത്രയും മനോഹരമായിട്ട് വളരെ നന്നായിട്ട് വായിച്ചേട്ടൻ. ആൻഡ് അടുത്തത് ഇന്നലെ നമ്മൾ കണ്ട സ്റ്റാർ സിംഗറിൻ്റെ ആദ്യ കാലഘട്ടത്തിൽ ഇപ്പം അവസാനത്തെ ടോപ്പ് സിംഗർ വരെ ഉണ്ടായിരുന്ന ഒരു വലിയ കലാകാരനുണ്ട്, ശ്രീകുമാർ ഫ്രം തിരുവനന്തപുരം. ഇവിടെ ആറ്റുകാലാണ് അദ്ദേഹത്തിൻ്റെ സ്ഥലം. ഇത്രയും പോരാ, നല്ല ഗൈഡിയാണ് ഇവർക്ക് കൊടുക്കാൻ. കാരണം ഇവരൊന്നും ആരും നോക്കാറില്ല. ഇങ്ങനെയുള്ളവരാണ് യഥാർത്ഥ ആർട്ടിസ്റ്റുകൾ. അവരെ വളർത്തണം, അവരെ പരിചയപ്പെടുത്തണം. നമ്മുടെ എന്തു പറഞ്ഞു, എവിടെയെങ്കിലും പോകുമ്പോഴത്തേക്ക് പിന്നെ ഇവരെയൊക്കെ ഒന്ന് അറിയണ്ടേ നമ്മൾ. അടുത്തതായി പ്രിയപ്പെട്ട അനിയൻ, പിന്നെ റിതം കമ്പോസർ റിതൻ പാട്, ഈ പരിപാടിയുടെ ബേസ് നിയന്ത്രിച്ചുകൊണ്ട് പോകുന്ന വലിയൊരു കലാകാരനാണ് ജോൺ ഫ്രം മലമാരി. തമിഴ്നാടിൻ്റെ ബോർഡറാണ് മലമാരി. കേരളക്കാരനാണ്. കേരളമാണോ തമിഴ്നാടാണോ? തമിഴ്നാട്ടുകാരനാണ്. തമിഴായി. നല്ലൊരു കയ്യടി പ്രിയപ്പെട്ട ജോൺ. അടുത്ത കലാകാരൻ പ്രിയപ്പെട്ട രതീഷ് ഫ്രം തമ്പാനൂർ. ബസ് സ്റ്റാൻഡിന് അല്ല, അദ്ദേഹം ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ്. പക്ഷേ അതിലേക്കാൾ ആ ടെൻഷൻ പിടിച്ച ജോലിക്കിടയ്ക്ക് ഇത്തരത്തിലുള്ള പരിപാടികൾക്ക് വായിക്കുമ്പോൾ കിട്ടുന്ന പ്രതിഫലം എല്ലാം ഓരോ ഇൻസ്ട്രുമെൻറ്റുകൾ വെച്ച് വാങ്ങിച്ച് വീട് നിറയെ ഇൻസ്ട്രുമെൻറ്റുകളാണ്. കാരണം ഇത് മറ്റേത് വീട്ടിലെ കാര്യത്തിനും ഇതിനു വേണ്ടിയാണ്. നല്ലൊരു കൈയടി പ്രിയപ്പെട്ട രതീഷ്. മറ്റേ പരിചയപ്പെടുത്താൻ ഞാൻ പറ്റും. പിന്നെ തബല വായിക്കുന്നത് ഇപ്പോൾ ടോപ്പ് സിംഗർ വായിച്ചുകൊണ്ടിരിക്കുന്ന, പിന്നെ കഴിഞ്ഞ ഇപ്പോൾ 5th സീസണിൽ 4th സീസണിൽ വായിച്ചുകൊണ്ടിരിക്കുന്ന വലിയ അതുല്യ തബലിസ്റ്റാണ്
കേരളത്തിൻ്റെ ഏറ്റവും വലിയ തബലിസ്റ്റായ കാട്ടാക്കട മൈക്കിളിൻ്റെ അനന്തരവനാണ് പ്രിയപ്പെട്ട ജെയിൻ. അദ്ദേഹം ഈ എന്ത് പറഞ്ഞ വളരെ കൃത്യതയോടെ എഴുതി വെച്ച് വായിക്കുന്ന, അടിസ്ഥാനമായിട്ട് പഠിക്കുന്നതിൻ്റെ ഒരു ഗുണമാണ്. പിന്നെ അടുത്ത ആൾ എന്ന് പറയുന്നത് രാജേഷ് കൃഷ്ണ, വയലാർ സാംസ്കാരിക വേദിയുടെ നിറസാന്നിധ്യമാണ്. ഈ 17 വർഷവും വായിച്ച് എൻ്റെ വായിലെ വെള്ളം പോയി, കാരണം കല്യാണം കഴിക്കാതെ ഇങ്ങനെ വിളച്ച് കിടക്കുകയായിരുന്നു. അങ്ങനെ ഞാൻ പല വേദികളിലും പറഞ്ഞു, പൂജപ്പുരം വയനാട്ടിലൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു, അദ്ദേഹം ഇങ്ങനെ ഫസ്റ്റ് റാങ്ക് ഹോൾഡറാണ്, മ്യൂസിക് കോളേജിലെ മൃദംഗത്തിൽ ഫസ്റ്റ് റാങ്ക് ഹോൾഡറാണ്. അങ്ങനെ ഞാൻ പറഞ്ഞു എന്തായാലും ഒരെണ്ണം കുത്തി, കല്യാണം കഴിഞ്ഞ് സ്വസ്ഥം. ഇപ്പം കലാമണ്ഡലത്തെ ട്യൂട്ടറാണ്, കേരള കലാമണ്ഡലത്തിലെ ട്യൂട്ടറാണ്. കാരണം ഓരോരുത്തരുടെ ഭാവി പോകുന്നത് കാരണം ഇത് ഡീറ്റെയിൽ പറഞ്ഞില്ലെങ്കിൽ രാജേഷ് കൃഷ്ണ മൃദംഗം, തബല ഇതെല്ലാം വായിക്കും. പക്ഷേ അതല്ല, ഡീറ്റെയിലൂടെ പറയുമ്പോൾ അവർക്കൊരു സന്തോഷമുണ്ടല്ലോ. അതുകൊണ്ട് തീർച്ചയായിട്ടും രാജേഷിന് നല്ലൊരു ഗൈഡിയോടെ ഇവിടെ എല്ലാവർക്കും തന്നെ അതുപോലെ ഇത്രയും മനോഹരമായിട്ട് പ്രിയപ്പെട്ട എൻ്റെ അനിയൻ രമേശ്, ദേവിക സൗണ്ട്, അദ്ദേഹത്തിൻ്റെ സൗണ്ടാണ് ഇവിടെ ഞങ്ങളുടെ ഏറ്റവും വേണ്ടപ്പെട്ട ഫാമിലി ഫ്രണ്ടാണ്. അദ്ദേഹത്തിൻ്റെ സൗണ്ട്, ദേവിക സൗണ്ടിലെ ഈ പരിപാടി നിയന്ത്രിച്ച് ഓപ്പറേറ്റ് ചെയ്തത് രാജേഷ് ഫ്രം കൊട്ടാരക്കര. നന്നായിരുന്നു. ഞാൻ പിന്നെ ആദ്യം മുതലേ ഇവിടെ വന്ന് ഡൗട്ടുകളൊക്കെ ചോദിക്കുന്നു, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയണം ചേട്ടാ. ഞാൻ ആദ്യമായിട്ട് വിറച്ച് നിൽക്കുകയായിരുന്നു. എൻ്റെ കയ്യിൽ നിന്നൊക്കെ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടിയത് തന്നെ നന്നായിരിക്കട്ടെ. കാരണം തിരിക്കാതിരിക്കണം. കാരണം ഈ പാട്ട് പാടുന്നവർക്ക്, കാരണം സൗണ്ടുകാരൻ ഇവരാണ് ഇതെല്ലാം നിയന്ത്രിക്കുന്നത്. തിരിച്ച് അവസാനം കൂട്ടം തിരിക്കാൻ പാടാൻ പറ്റാതായിക്കളെ. പക്ഷേ നന്നായിരുന്നു കേട്ടോ. ദൈവം അനുഗ്രഹിക്കട്ടെ, ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. രമേശിനും സ്റ്റാഫുകൾക്ക് മറ്റുള്ള കുട്ടികൾക്കും എല്ലാവർക്കും. അതുപോലെ ഇത്രയും സമയം ഞങ്ങളോട് സഹകരിച്ച എല്ലാ നല്ലവരായ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും പ്രത്യേകം നന്ദിയുണ്ട്.